ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ ഞാൻ കുക്കർ എടുത്തു, കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഒരു 2-3 സവോള അരിഞ്ഞു, പിന്നെ ഒരു 3-4 പച്ചമുളക് നീളത്തിൽ കീറിയിട്ടു, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു, പിന്നീട് കുറച്ച് ഗാർലിക് അരിഞ്ഞതിട്ടു, ഒരു ആവശ്യത്തിന് സവോള വഴലാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു. അപ്പോൾ സവോള ഞാൻ നന്നായിട്ട് വളരെ ഈസി ആയിട്ട് വെക്കണം, ടൈം ഇല്ല എന്നുള്ളവർ ഇങ്ങനെ വഴറ്റിക്കൊണ്ടൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് തട്ടിപ്പൊത്തി ഐറ്റംസൊക്കെ ഇട്ടതിന് ശേഷം കുക്കർ അടച്ച് വിസിൽ കേൾപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ ഞാൻ ഇന്ന് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് സവോളയൊക്കെ വഴട്ടുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കുക്കറിൽ ഇട്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഞാൻ കുക്കറിലേക്ക് ഇടുന്നത് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്, കുറച്ച് തക്കാളി ഇടുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ നന്നായിട്ട് എല്ലാം കൂടി വഴട്ടുന്നുണ്ട്. അപ്പോൾ കുക്കറിൽ ഞാൻ ഇട്ടിരിക്കുന്നത് സവോള, പച്ചമുളക്, ഗാർലിക്ക്, കറി ലീഫ്, അതുപോലെ തന്നെ ടൊമാറ്റോ, പിന്നെ വഴലാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്ര ഐറ്റംസാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടുന്നത്. നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ ഹോം മെയ്ഡ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം ഇത്ര നേരം വഴറ്റണം എന്നൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പെട്ടെന്ന് സവോള എണ്ണയ്ക്കകത്ത് പെട്ടെന്ന് ഒന്ന് ഇളക്കിയിട്ട് കുക്കർ അടച്ചാലും ഓക്കെയാണ്. പക്ഷേ ഞാനിന്ന് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പൊടികളെല്ലാം ആവശ്യത്തിന് മതി, മൈൽഡ് ഫ്ലേവർ ആയിരിക്കും നമ്മളുടെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, അതിനുശേഷം കുറച്ച് പെരുംജീരകപ്പൊടി ഇട്ടു, പിന്നീട് കുറച്ച് മുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഈ 4 പൊടികളാണ് നമ്മൾ ഈ കറിയിലേക്ക് യൂസ് ചെയ്യുന്നത്. മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും ഈ കറിയിലേക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 4 പൊടികളും എല്ലാം കുറച്ച് മതി. മുളക് പൊടിയാണേലും ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടത്, അതും വളരെ കുറച്ചാണ് ഇട്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്, പച്ചമുളക് ചേർക്കുന്നുണ്ട്, ഗാർലിക്ക് വേറെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ആകുമ്പോൾ ഓവർ എരിവാവാൻ പാടില്ലല്ലോ. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചൂടുവെള്ളം, ഞാൻ വെള്ളം വെക്കാൻ വിട്ടുപോയി, അതാണ് ഞാനിപ്പം വെള്ളം പിടിച്ച് പാത്രത്തിൽ വെക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടുവെള്ളം ഒരു 1/2 ഗ്ലാസ്, 1/4 ഗ്ലാസ്, അതായത് നമ്മുടെ സവോളയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. വെള്ളം കുറച്ച് മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ, സവോളയിൽ നിന്നും വെള്ളം ഇറങ്ങും, നമ്മുടെ തക്കാളിയിൽ നിന്നും വെള്ളം ഇറങ്ങും. അപ്പോൾ അതൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ തേങ്ങ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ തേങ്ങ അരച്ച് തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ ഈ ചൂടുവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം കുക്കർ അടയ്ക്കുക. കുക്കർ അടച്ചതിന് ശേഷം ഒരു 2-3 വിസിൽ കേൾക്കുക. വിസിൽ കേൾപ്പിച്ചതിന് ശേഷം തുറന്നതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ബോയിൽഡ് എഗ്ഗ് ഇടുക. വളരെ ടേസ്റ്റി ആയിട്ട് രുചികരമായിട്ടുള്ള അടിപൊളി മുട്ടക്കറി റെഡിയാണ്. അപ്പോൾ ഈ മുട്ടക്കറി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടും വെക്കാം, അതുപോലെ തന്നെ സവോളയൊക്കെ വഴട്ടി ഇച്ചിരി റിച്ച് ആയിട്ടും വെക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ്. എങ്ങനെ വെച്ചാലും ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു തട്ടിക്കൂട്ടി മുട്ടക്കറി വെക്കണം എന്ന് തോന്നുകയാണെങ്കിൽ കുക്കർ എടുക്കുക, ഐറ്റംസൊക്കെ തട്ടിക്കൂട്ടി ഒരുമിച്ച് വെക്കുക, അടയ്ക്കുക, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ മുട്ടക്കറിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ വേറൊരു ടിപ്പെന്ന് പറഞ്ഞാൽ, മുട്ട നല്ല വൃത്തിക്ക് കഴുകുകയാണെങ്കിൽ ഈ സവോളയുടെ ഒപ്പം നമുക്ക് മുട്ടയും കൂടി ബോയിൽ ചെയ്യാം. വേറെ രണ്ടായിട്ട് സെപ്പറേറ്റ് ബോയിൽ ചെയ്യാതെ സവോളയുടെ കൂടെ നമുക്ക് മുട്ടയും ബോയിൽ ചെയ്യാം. അപ്പോൾ പണി പിന്നെയും എളുപ്പമായി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കുക്കർ മുട്ടക്കറിയാണ്, ഈസി കുക്കർ മുട്ടക്കറിയാണ്, 1 പോട്ട് റെസിപ്പിയാണ്. അപ്പോൾ ധൃതി വെച്ച് കുക്കിങ്ങിന് സമയമില്ലാതിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് ചടയെന്നും പറഞ്ഞ് ഓടിപ്പോയി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറി. താങ്ക് യു ഫോർ വാച്ചിങ്.